സക്സസ് ഫൈലിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ എന്ന പരീക്ഷയുടെ ആൻസർ കീ ആണ് നമ്മൾ നോക്കുന്നത്. PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് പറയുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ കാലഗണനാക്രമം ഏത്? ഇവിടെ തന്നിരിക്കുന്നത് മാർത്താണ്ഡവർമ്മയുടെ സ്ഥാനാരോഹണം, കുളച്ചൽ യുദ്ധം, ആറ്റിങ്ങൽ കലാപം, ശ്രീരംഗപട്ടണം ഉടമ്പടി എന്നിവയാണ്. ഉത്തരം വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. മാർത്താണ്ഡവർമ്മയുടെ സ്ഥാനാരോഹണം ഏത് വർഷമായിരുന്നു? 1729 കുളച്ചൽ യുദ്ധം നടന്നത് 1741 ആറ്റിങ്ങൽ കലാപം നടന്നത് 1721 ശ്രീരംഗപട്ടണം ഉടമ്പടി ഏത് വർഷമായിരുന്നു? 1792. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. തന്നിരിക്കുന്നു ആത്മവിദ്യാസംഘം വൈകുണ്ഠസ്വാമികൾ, അറയ സമാജം പണ്ഡിറ്റ് KP കറുപ്പൻ, പ്രത്യക്ഷ രക്ഷാ ദേവസഭ കുമാര ഗുരുദേവൻ, യോഗ ക്ഷേമസഭ അയ്യങ്കാളി. തെറ്റായ ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഒന്നാമത്തെയും നാലാമത്തെയും പ്രസ്താവനകൾ തന്നിരിക്കുന്ന ജോഡികൾ തെറ്റാണ്. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദനാണ്. യോഗക്ഷേമ സഭയോ VT ഭട്ടതിരിപ്പാടാണ്. താഴെ തന്നിരിക്കുന്നവയിൽ 1857 കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് ഏത്? കലാപത്തിൽ ഡൽഹിയിൽ നേതൃത്വം നൽകിയത് നാനാ സാഹിബാണ്. ഒരു ദിവസം നമ്മുടെ വായിൽ അകപ്പെടാൻ പോകുന്ന ഒരു ചെറിയായി അവധ് വിശേഷിപ്പിക്കപ്പെട്ടു. തോമസ് ജോൺസ് ബാർക്കർ 1859 വരച്ച ചിത്രമാണ് ഇൻ മെമ്മോറിയം. 1857 മെയ് 10 മീററ്റിലാണ് കലാപം ആരംഭിച്ചത്. ശരിയായത് ഏത് എന്നതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി ആണ്. രണ്ടാമത്തെയും നാലാമത്തെയും പ്രസ്താവനകൾ ശരിയാണ്. കലാപത്തിന് ഡൽഹിയിൽ നേതൃത്വം നൽകിയത് ആരാണ്? ബഹദൂർ ഷാ രണ്ടാമനും ജനറൽ ഭക്ത് ഖാനുമാണ്. നാനാ സാഹിബ് എവിടെയാണ് നേതൃത്വം നൽകിയത്? കാൺപൂരിലാണ്. ഇൻ മെമ്മോറിയം എന്ന പ്രശസ്തമായ ചിത്രം വരച്ചത് ആരാണ്? ജോസഫ് നോയൽ പാറ്റൺ ആണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ബന്ധമില്ലാത്തവ കണ്ടെത്തുക. തന്നിരിക്കുന്നു 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി സിവിൽ നിയമലംഘന പ്രസ്ഥാനം നിർത്തലാക്കി. ക്രിപ്സ് ദൗത്യത്തിന്റെ പരാജയത്തെ തുടർന്ന് ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1929 ലാഹോർ സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. 1930 മാർച്ച് 12 ഗാന്ധിജിയും അനുയായികളും ദണ്ഡി യാത്ര ആരംഭിച്ചു. ബന്ധമില്ലാത്തവയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. ഒന്നാമത്തെ പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിർത്തലാക്കിയത് ഏതാണ്? നിസ്സഹരണ പ്രസ്ഥാനമാണ്. നിസ്സഹരണ പ്രസ്ഥാനം. അടുത്ത ചോദ്യം, ചുവടെ തന്നിട്ടുള്ളവയിൽ നിന്ന് ശരിയായ ജോഡി കണ്ടെത്തുക. തന്നിരിക്കുന്നു ലൈഫ് വീക്ക്ലി, സാവോ ധാവോ ഫെൻ, ലോങ് മാർച്ച്, സനിയാറ്റ്സൻ, എനിക്ക് ശേഷം പ്രളയം, ലൂയി 15 സോഷ്യൽ കോൺട്രാക്ട്, വോൾട്ടയർ. ശരിയായ ജോഡി കണ്ടെത്തുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി. 1ഉം 3ഉം ശരിയായിട്ടുള്ള ജോഡികളാണ്. ലോങ് മാർച്ച് ആരുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ലോങ് മാർച്ച് നയിച്ചത് മാവോ സേതുങ് ആണ്. സോഷ്യൽ കോൺട്രാക്ട് എന്ന വിശ്വപ്രസിദ്ധ ഗ്രന്ഥം രചിച്ചത് ആരാണ്? റൂസോയാണ്. റൂസോ. ഇന്ത്യയുടെ 2025 സ്വാതന്ത്ര്യ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് ഏത്? തന്നിരിക്കുന്നു 78ാമത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷമായിരുന്നു, 80ാമത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷമായിരുന്നു, അതിഥികളായി മറ്റ് രാജ്യത്തലവന്മാർ ഉണ്ടായിരുന്നില്ല, 79ാമത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷമായിരുന്നു. ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി. 3ഉം 4ഉം ശരിയാണ്. വിശിഷ്ടാതിഥികളായിട്ട് മറ്റു രാജ്യത്തലവന്മാർ ഉണ്ടായിരുന്നില്ല, 79ാമത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷമായിരുന്നു. ഗ്രാവിറ്റി അനോമലിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2 മാത്രമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ഉത്തരപർവ്വത മേഖലയിൽ കാണപ്പെടുന്ന ലവണജല തടാകം ഏതാണ്? ലവണജല തടാകം പാങ്കോങ് സോ തടാകമാണ്. പാങ്കോങ് സോ തടാകം.
സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന പട്ടണം? സർവേ ഓഫ് ഇന്ത്യ ഡെറാഡൂൺ ആണ്. ഡെറാഡൂൺ. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ വേർതിരിക്കുന്ന കടൽ ചാനൽ? ആൻഡമാൻ നിക്കോബാർ 10° ചാനലാണ്. 10° ചാനൽ. ശിലാരൂപീകരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, രണ്ടാമത്തെ മാത്രം. ബലതന്ത്ര കായാന്ത്രീകരണത്തിൽ ശിലകൾ പൊടിഞ്ഞ് പുനഃപരലീകരണം സംഭവിക്കുന്നു. 2025 വർഷത്തിൽ പ്രസിദ്ധപ്പെടുത്തിയ ആഗോള പട്ടിണി സൂചിക അനുസരിച്ച് ഏറ്റവും ദരിദ്രമായ രാഷ്ട്രം ഏതാണ്? സൊമാലിയ. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായത് ഏത്? അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങളും കീടനാശിനികളും, ദരിദ്ര കർഷകർ, ധനിക കർഷകർ എന്നിങ്ങനെയുള്ള അന്തരമില്ലാതായി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയായിട്ടുള്ളതാണ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത്. പുത്തൻ സാമ്പത്തിക പരിഷ്കാരത്തിൽ പെടാത്തത് ഏത്? തന്നിരിക്കുന്നു. ഉദാരവൽക്കരണം, വ്യവസായവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. പരിഷ്കാരത്തിൽ പെടാത്തത് ഓപ്ഷൻ എ ആണ്, രണ്ട് മാത്രം. വ്യവസായവൽക്കരണം. ഇന്ത്യൻ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏത്? ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പി PC മഹാലനോബിസ് ആണ്. സോവിയറ്റ് മാതൃകയിലുള്ള പഞ്ചവത്സര പദ്ധതികളാണ് ഇന്ത്യ സ്വീകരിച്ചത്. 1947 ഇന്ത്യൻ പ്ലാനിങ് ആരംഭിച്ചത്. ശരിയല്ലാത്തത് ഏത് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം. 3 മാത്രമാണ്. ഇന്ത്യയിൽ പ്ലാനിങ് ആരംഭിച്ചത് ഏത് വർഷമാണ്? 1950. 1950. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാം? ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ലക്ഷ്യങ്ങൾ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇവ എല്ലാം: സാമ്പത്തിക വളർച്ച, സ്വാശ്രയത്വം, നീതി, നവീകരണം. കേന്ദ്ര ബാങ്കിന്റെ ധർമ്മങ്ങളിൽ പെടാത്തത് ഏത്? തന്നിരിക്കുന്നത് കറൻസി നോട്ടടിച്ചിറക്കുക, ബാങ്കുകളുടെ ബാങ്ക്, നികുതി നിരക്ക് നിശ്ചയിക്കുക, ഗവൺമെന്റിന്റെ ബാങ്ക്. പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 3 മാത്രമാണ്. നികുതി നിരക്ക് നിശ്ചയിക്കുക. നീതി ആയോഗുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായത് ഏത്? ഇവിടെ തന്നിരിക്കുന്നു. ആസ്ഥാനം ന്യൂഡൽഹിയിലെ നീതി ഭവൻ. സ്ഥാപിതമായത് 2015 ജനുവരി 1. നിലവിലുള്ള CEO പരമേശ്വരൻ അയ്യർ ആണ്. ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി. ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്രസ്താവന ശരിയാണ്. നിലവിലെ ആരാണ് CEO? BVR സുബ്രഹ്മണ്യമാണ്. BVR സുബ്രഹ്മണ്യം. കേവല ഭൂരിപക്ഷ സമ്പ്രദായം എന്ന തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിന് അനുയോജ്യമല്ലാത്ത പ്രസ്താവന ഏതെല്ലാം? അനുയോജ്യമല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രസ്താവനയാണ് അനുയോജ്യം അല്ലാത്തത്. വോട്ടർ വോട്ട് ചെയ്യുന്നത് പാർട്ടി ലിസ്റ്റുകൾക്കായിരിക്കും. വോട്ടിംഗ് ശതമാനത്തിനനുസരിച്ച് നിയമസഭയിൽ പ്രാതിനിധ്യം ലഭിക്കുന്നു എന്നിവയാണ് അനുയോജ്യമല്ലാത്തത്. ഒരു പാർട്ടിക്ക് ലഭിക്കുന്ന വോട്ടിംഗ് ശതമാനത്തേക്കാൾ കൂടുതലായിരിക്കും ആ പാർട്ടിക്ക് ലഭിക്കുന്ന സീറ്റുകളുടെ എണ്ണം എന്നാണ് ഒന്നാമത്തെ പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്തത്, മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുന്ന അവകാശങ്ങൾ ഏതെല്ലാം? ഇവിടെ തന്നിരിക്കുന്നു. ജോലി ചെയ്യാനുള്ള അവകാശം, സാമ്പത്തിക ചൂഷണത്തിനെതിരായ അവകാശം, സാമൂഹികവും സാമ്പത്തികവുമായ നീതിക്കുള്ള അവകാശം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഇവ ഒന്നുമല്ല. അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന. ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി. 1ഉം 3ഉം ശരിയല്ലാത്ത പ്രസ്താവനയാണ്. രണ്ടാമത്തെ പ്രസ്താവന ഇവിടെ തന്നിരിക്കുന്നത് അവിശ്വാസ പ്രമേയത്തിന് സ്പീക്കറുടെ അനുമതി ആവശ്യമാണ് എന്നതാണ്. മൗലിക അവകാശങ്ങളുടെ സവിശേഷതകളിൽ ശരിയായവ ഏതെല്ലാം? മൗലിക അവകാശങ്ങളുടെ സവിശേഷതകളിൽ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. മുകളിൽ പറഞ്ഞവ എല്ലാമാണ്. ഭരണകൂടത്തിന്റെ അധികാരത്തെ നിയന്ത്രിക്കുന്നു, കോടതി മുഖേന സ്ഥാപിച്ചു കിട്ടുന്നു. മൗലിക അവകാശങ്ങളിൽ ചിലത് ഇന്ത്യയിലെ വിദേശ പൗരന്മാർക്കും ലഭ്യമായ മൗലിക അവകാശമാണ്. അടുത്ത ചോദ്യം, സംസ്ഥാന ഭരണകൂടത്തെ രാഷ്ട്രപതി പിരിച്ചുവിടുന്നത് ഭരണഘടനയുടെ ഏത് വകുപ്പ് പ്രകാരമാണ്? 356 വകുപ്പ് പ്രകാരമാണ്. സ്വത്തവകാശം എന്ന നിയമപരമായ അവകാശം ഭരണഘടനയുടെ ഏത് വകുപ്പിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? വകുപ്പ് 300A. മൗലിക കടമകൾ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഉൾക്കൊള്ളുന്നത്? മൗലിക കടമകൾ ഭാഗം 4A ആണ്.
താഴെ പറയുന്നവയിൽ കൺഗ്രന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം ഏതാണ്? കൺഗ്രന്റ് ലിസ്റ്റ് ഓപ്ഷൻ ഡി ആണ്, ട്രേഡ് യൂണിയനുകൾ. അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം ഏത്? ഓപ്ഷൻ സി ആന. 2018 പ്രളയത്തിൽ പൂർണ്ണമായോ ഭാഗികമായോ വീട് തകർന്നവരിൽ ഉൾപ്പെട്ട കിടപ്പ് രോഗികൾക്കും ഭിന്നശേഷിക്കാർക്കും അധിക ധനസഹായം നൽകുന്നതിന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തയ്യാറാക്കിയ പദ്ധതി ഏത്? ഓപ്ഷൻ ബി പ്രത്യുത്ഥാനം പദ്ധതി. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ സല്ലാപം മന്ദഹാസം പദ്ധതികൾ സമൂഹത്തിൽ ഏത് വിഭാഗത്തെയാണ് ഉൾക്കൊള്ളുന്നത്? ഓപ്ഷൻ സി വയോജനങ്ങൾ. 15 മുതൽ 35 വയസ്സ് വരെയുള്ള യുവജനങ്ങൾക്ക് സാംസ്കാരിക, കലാ, കായിക മത്സരങ്ങളിൽ കഴിവ് തെളിയിക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏത്? ഓപ്ഷൻ ബി കേരളീയം. മാലിന്യമുക്ത കേരളത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? സ്നേഹാരാമം പദ്ധതി. താഴെ സൂചിപ്പിച്ചിരിക്കുന്നതിൽ ഏത് ഹോർമോണാണ് സ്ത്രീ ശരീരത്തിൽ ഗർഭകാലത്ത് മാത്രം ഉൽപ്പാദിപ്പിക്കുന്നത്? ഓപ്ഷൻ ബി ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ. ജലദോഷത്തിന് കാരണമായ രോഗകാരി ഏതാണ്? റൈനോ വൈറസ്. യൂറിക് ആസിഡ് ക്രിസ്റ്റലുകൾ അടിഞ്ഞുകൂടുന്നത് മൂലമുണ്ടാകുന്ന സന്ധിവീക്കം താഴെ സൂചിപ്പിച്ചിരിക്കുന്നവയിൽ ഏതാണ്? ഗൗട്ട്. മലേറിയ രോഗം പരത്തുന്ന കൊതുക് ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ഫീമെയിൽ അനോഫിലസ് കൊതുക്. കേരളത്തിൽ ആദ്യത്തെ സ്കിൻ ബാങ്ക് എവിടെയാണ് ആരംഭിച്ചത്? ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം. ടോയ്ലറ്റുകളിൽ നിന്ന് ഉത്ഭവിക്കുന്നതും മനുഷ്യ മാലിന്യങ്ങൾ അടങ്ങിയതുമായ മലിന ജലമാണ് ബ്ലാക്ക് വാട്ടർ. താഴെ പറയുന്നവയിൽ നീളത്തിന്റെ യൂണിറ്റുകൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ ബി 1, 3. പ്രകാശവർഷം പാർസെക്. ക്രിക്കറ്റ് കളിയിൽ ഒരു ബാറ്റ്സ്മാൻ പന്ത് തറനിരപ്പിൽ നിന്നും 45 ഡിഗ്രി കോണളവിൽ അടിച്ചാലാണ് സിക്സർ ലഭിക്കാൻ ഏറ്റവും സാധ്യത. ഇതിനു പിന്നിലെ ശാസ്ത്രീയ കാരണം ഏറ്റവും ഉചിതമായിട്ട് വിശദീകരിക്കുന്നത് ഓപ്ഷൻ സി ആണ്. 45 ഡിഗ്രി കോണളവിൽ പന്തടിക്കുമ്പോൾ പന്തിന്റെ ലംബ വേഗ ഘടകവും തിരശ്ചീന വേഗ ഘടകവും തുല്യമായതിനാൽ. ജലലഭ്യത വളരെ കുറഞ്ഞ പ്രദേശങ്ങളിൽ ജലസംരക്ഷണം പരമാവധി ഉറപ്പാക്കിക്കൊണ്ട് ചെടികൾ കൃത്യമായ അളവിൽ വെള്ളം ലഭ്യമാക്കാൻ സഹായിക്കുന്ന ഒരു ജലസേചന രീതിയാണ് തിരിനന. തിരിനനയിൽ താഴെ പറയുന്ന ഏത് ഭൗതിക പ്രതിഭാസമാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ ഡി ആണ് കേശികത്വം. ഇന്ത്യയുടെ ആദ്യത്തെ എക്സ്റേ പോളറിമീറ്റർ ഉപഗ്രഹമാണ് എക്സ്പോസാറ്റ്. എക്സ്റേ പോളറിമെട്രി സാങ്കേതിക വിദ്യ വഴി എക്സ്പോസാറ്റിന് പഠന വിധേയമാക്കാൻ കഴിയാത്ത ആകാശ വസ്തുക്കൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ എ ആണ് എക്സോപ്ലാനറ്റുകളും ധൂമകേതുക്കളും. യഥാർത്ഥ വാതകങ്ങൾ ആദർശ സ്വഭാവം കാണിക്കുന്നത് ഏതെല്ലാം സാഹചര്യങ്ങളാലാണ്? താഴ്ന്ന മർദ്ദം, ഉയർന്ന താപനില. ഒരു ലായനിയുടെ pH മൂല്യം 3 ആണെങ്കിൽ അതിൻ്റെ ഹൈഡ്രോണിയം അയോൺ ഗാഢത എത്രയായിരിക്കും? ഓപ്ഷൻ എ ആണ് 1.0 × 10⁻³ m. താഴെ കൊടുത്തിരിക്കുന്ന ജോഡികളിൽ സമ ഇലക്ട്രോണിക വർഗങ്ങളായത് ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. 2, 3 Na+F- O2- Mg2+. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി 2005 പ്രഖ്യാപിച്ച ഏത് മിഷനാണ് ഇന്ത്യയുടെ അയൺ ഡോം പോലുള്ള പ്രതിരോധ സംവിധാനവുമായി വിശേഷിപ്പിക്കപ്പെടുന്നത്? മിഷൻ സുദർശൻ ചക്രം. വിഖ്യാത ചിത്രകാരൻ രാജാ രവിവർമ്മയുടെ പുത്രനായ M. രാമവർമ്മ രാജ ആദ്യ ചെയർമാനായ അക്കാദമി ഏതാണ്? കേരള ലളിതകലാ അക്കാദമി. ഇന്ത്യ ആദ്യ വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയപ്പോൾ ടീം ക്യാപ്റ്റൻ ആരായിരുന്നു? ഹർമൻപ്രീത് കൗർ. കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ കരസ്ഥമാക്കിയ മനുഷ്യനൊരു ആമുഖം എന്ന കൃതിയുടെ രചയിതാവ് ആര്? സുഭാഷ് ചന്ദ്രൻ.
ക്ഷേത്ര സംസ്കാരത്തിന്റെ ഭാഗമായി AD 6 ശതകം മുതൽ കേരളത്തിൽ നിലനിന്നിരുന്ന ദേവദാസി സമ്പ്രദായത്തിൽ നിന്ന് ഉത്ഭവിച്ചതെന്ന് കരുതപ്പെടുന്ന കലാരൂപം ഏതാണ്? ഓപ്ഷൻ സി ആണ് മോഹിനിയാട്ടം. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് മാതൃഭാഷാ പഠനത്തിന് അവസരം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സംരംഭം ഏത്? മലയാളം മിഷൻ. ഇനി വരുന്ന 10 ചോദ്യങ്ങൾ മാത്സ് ആണ്. ഉത്തരം മാത്രമാണ് പറഞ്ഞു പോകുന്നത്. 51ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ ബി. 52ാമത്തെ ചോദ്യം ഓപ്ഷൻ സി. 53ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി. 54 ഓപ്ഷൻ എ. 55ാമത്തെ ചോദ്യം ഓപ്ഷൻ എ. 56ാമത്തെ ചോദ്യം ഓപ്ഷൻ സി. 57 ഓപ്ഷൻ സി. 58ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി. 59ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി. 60ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി. ഇനി വരുന്നത് ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ്. ദ ട്രഷർ വാസ് ബറീഡ് ഡാഷ് ആൻ ഓൾഡ് ഓക്ക് ട്രീ. beneath. Option C. Few people understood dash. Did they? He dashed the documents before signing. Looked over. He made a dash talking to his friend loudly during the ceremony. Fox pass. The teacher made them write an essay. Can be reframed as they were made to write an essay. Between you and dash, this plan might fail. Me. You dash understood it better if you had listened carefully. Would have. He bought dash toy for his son. A UFO. The bikers had a moonlit dash by the riverside. Option D. Rendezvous. That designer dress cost her an arm and a leg means the dress is extremely costly. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പദം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി. വിഡിത്തം. ബില്ല് എന്നർത്ഥം വരാത്ത പദം. ഓപ്ഷൻ സി. അമ്പ്. ഉദ്ധാരൻ എന്ന പദത്തിന്റെ വിപരീതാർത്ഥമായി വരുന്ന പദം ഏത്? കൃപണൻ. പെരുമ്പറ എന്ന പദം പിരിച്ചെഴുതുക. പെരും പ്ലസ് പറ. കർത്താവ് എന്ന പദത്തിന്റെ എതിർലിംഗമായി വരുന്ന പദം കർത്തൃ. താഴെ തന്നിരിക്കുന്നവയിൽ ബഹുവചനത്തിന് ഉദാഹരണം മിടുക്കർ. 5 എന്ന പദത്തെ ഘടക പദങ്ങളാക്കുക. 5 6. വയറ്റത്തടിക്കുക എന്ന ശൈലിയുടെ അർത്ഥത്തെ സൂചിപ്പിക്കാത്ത പ്രയോഗം ഏത്? സന്തോഷിപ്പിക്കുക. പുത്രന്റെ ഭാര്യ എന്നർത്ഥം വരുന്ന പദം ഏത്? സ്നുഷ. ടു റൂട്ട് ഔട്ട് എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ ശരിയായ പരിഭാഷ ഉന്മൂലനം ചെയ്യുക. കേരള അബ്കാരി നിയമവുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1, 2, 3 മാത്രം ശരിയാണ്. അബ്കാരി എന്നത് പേർഷ്യൻ ഭാഷയിൽ ഒരു പദമാണ്. അബ്കാരി നിയമപ്രകാരം പ്രായപൂർത്തിയായ ഒരാൾക്ക് 3 ലിറ്റർ വിദേശ മദ്യം കൈവശം വയ്ക്കാവുന്നതാണ്. കേരളത്തിൽ മദ്യ ഉപയോഗം അനുവദിച്ചിരിക്കുന്ന ഏറ്റവും കുറഞ്ഞ പ്രായപരിധി 23 വയസ്സാണ്. വിമുക്തി മിഷനുമായി ബന്ധപ്പെട്ട് ചുവടെ തന്നിരിക്കുന്ന ശരിയായ പ്രസ്താവന ഏവ?
ഓപ്ഷൻ സി 1, 3, 4 മാത്രം ശരി. ലഹരി വസ്തുക്കളുടെ ഉപയോഗം പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തിൽ കേരള ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതിയാണ് വിമുക്തി മിഷൻ. വിമുക്തി മിഷൻ നേതൃത്വം നൽകുന്നത് കേരള എക്സൈസ് വകുപ്പാണ്. ലഹരിക്ക് അടിമപ്പെട്ട വ്യക്തികളെ ചികിത്സയിലൂടെയും കൗൺസിലിങ്ങിലൂടെയും തിരികെ കൊണ്ടുവരിക, നവതലമുറ ലഹരിക്കെണിയിൽ വീഴാതെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തിൽ രൂപീകരിക്കപ്പെട്ട മിഷനാണ് വിമുക്തി മിഷൻ. കേരള അബ്കാരി ആക്ട് പ്രകാരം കേരളത്തിൽ ഡ്രൈ ഡേ വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ സി 1, 2, 4 മാത്രം. ശ്രീനാരായണ ഗുരു ജയന്തി കേരളത്തിൽ ഡ്രൈ ഡേ ആണ്. രക്തസാക്ഷി ദിനം കേരളത്തിൽ ഡ്രൈ ഡേ ആണ്. ശ്രീനാരായണ ഗുരു സമാധി ദിനം കേരളത്തിൽ ഡ്രൈ ഡേ ആണ്. NDPS നിയമവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ഉത്തരം ഓപ്ഷൻ സി ആണ്. 2, 3, 4 എന്നിവ മാത്രം ശരി. NDPS നിയമപ്രകാരം ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ ദേഹപരിശോധന നടത്തുന്നതിന് ഗസറ്റഡ് ഓഫീസറുടെ സാന്നിധ്യം ആവശ്യമാണ്. ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ഉത്തരം ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ 1, 2, 4 എന്നിവ മാത്രം ശരി. ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾ പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഓപ്ഷൻ സി 3 മാത്രം. ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് നിയമപ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഓപ്ഷൻ ബി 3 ശരി. 1968 ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് നിയമപ്രകാരം താഴെ പറയുന്ന ശരിയായ പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ എ ആണ് ഉത്തരം. മേൽ പ്രസ്താവനകൾ എല്ലാം ശരിയാണ്. കേരള അബ്കാരി നിയമപ്രകാരം കുറ്റകരമായ പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ എ ആണ് ഉത്തരം. മേൽ പ്രസ്താവനകളെല്ലാം ശരിയാണ്. പൊതുസ്ഥലത്ത് മദ്യപിക്കുന്നത് കുറ്റകരമാണ്. 21 വയസ്സിന് താഴെ പ്രായമുള്ള വ്യക്തികൾ മദ്യം വിൽപ്പന നടത്തുന്നത് കുറ്റകരമാണ്. 21 വയസ്സ് പ്രായമുള്ള വ്യക്തി മദ്യം ഉപയോഗിക്കുന്നത് കുറ്റകരമാണ്. പ്രായപൂർത്തിയായ ഒരാൾ സ്വന്തം ആവശ്യത്തിന് തെങ്ങ് ചെത്തി കള്ള് ഉപയോഗിക്കുന്നത് കുറ്റകരമാണ്. കേരളത്തിൽ വിൽക്കുന്ന ബിയറിന്റെയും വൈനിന്റെയും കുറഞ്ഞതും കൂടുതലുമായ ആൽക്കഹോൾ വീര്യം യഥാക്രമം? ഓപ്ഷൻ എ ആണ് ഉത്തരം. 0% മുതൽ 6% വരെയും 8% മുതൽ 15.5% വരെ. കേരളത്തിൽ 23 വയസ്സുള്ള ഒരാൾക്ക് ജീൻ മദ്യത്തിന്റെ ആൽക്കഹോൾ വീര്യവും കൈവശം വയ്ക്കാവുന്ന പരമാവധി അളവ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. പരമാവധി 12 മണിക്കൂർ പ്രവർത്തന സമയമുള്ള ടോഡി ഷോപ്പുകളും FL1 ഷോപ്പുകളും പ്രവർത്തിക്കുന്ന സമയപരിധി യഥാക്രമം? ഓപ്ഷൻ എ രാവിലെ 8 മുതൽ രാത്രി 10 വരെയും രാവിലെ 9 മുതൽ രാത്രി 11 വരെയും. പുകയില ഉൽപ്പന്നങ്ങൾ കൈവശം വയ്ക്കുന്നതിനും ഉപയോഗിക്കുന്നതിനും നിശ്ചയിച്ചിരിക്കുന്ന കുറഞ്ഞ പ്രായപരിധി 18. സിഗരറ്റ് പാക്കറ്റുകളിൽ മുന്നറിയിപ്പ് നൽകുന്നതിനെ കുറിച്ച് വിശദീകരിക്കുന്ന COTP നിയമത്തിലെ വകുപ്പ്? ഓപ്ഷൻ സി 7. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് 100 യാർഡ് ചുറ്റളവിൽ പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരോധിച്ചിരിക്കുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. 6B ആണ്. ലഹരി മദ്യങ്ങളുടെ നിരോധനം ഏത് പട്ടികയിലുള്ള വിഷയമാണ്? ഓപ്ഷൻ എ സംസ്ഥാന പട്ടിക. വിമുക്തി മിഷന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, എക്സൈസ് അഡീഷണൽ കമ്മീഷണർ. ഇന്ത്യയിൽ മയക്കുമരുന്ന് വിരുദ്ധ പ്രചാരണം ഏതാണ്? നശാ മുക്ത് ഭാരത്. 2000 ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ടിന്റെ സെക്ഷൻ 65 പ്രകാരം ഒരു കുറ്റകൃത്യത്തിന് ആവശ്യമായ മാനസിക ഘടകം എന്താണ്? ഓപ്ഷൻ സി അറിവും ഉദ്ദേശവും. അവസാനത്തെ ചോദ്യം, 2000 ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ടിന്റെ സെക്ഷൻ 72 പ്രകാരം പ്രധാനമായും ലക്ഷ്യമിടുന്ന വ്യക്തികളുടെ വിഭാഗം ഏത്? ഓപ്ഷൻ ബി IT ആക്ട് അല്ലെങ്കിൽ ചട്ടങ്ങൾ പ്രകാരം അധികാരം വിനിയോഗിക്കുന്ന ഉദ്യോഗസ്ഥൻ. കേരള PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പറഞ്ഞിട്ടുള്ളത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.